അറേബ്യൻ രാജ്യങ്ങളുമായി ഒന്നിച്ചു നിൽക്കുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശത്രുവായിട്ട് മാറി നിൽക്കുകയോ ചെതറി നിൽക്കുകയോ ചെയ്യേണ്ടവരല്ല അറേബ്യൻ രാജ്യങ്ങൾ. ചേർന്ന് നിന്നുകൊണ്ട് സഹകരണാടിസ്ഥാനത്തിൽ മുന്നേറേണ്ടവരാണ്. എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും എന്നും കൂടി ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും, അഥവാ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഊത്തികളുമായി വലിയ സംഘർഷാവസ്ഥയിലാണ് നിലവിൽ സൗദി അറേബ്യ ഉള്ളത്. അത് രാഷ്ട്രീയമായിരിക്കുന്ന വലിയ പ്രശ്നമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിനൊരു മാറ്റങ്ങൾ ഉണ്ടാവണം, ഇതിനൊരു അതിജീവനം ഉണ്ടാവണം. ഈ അതിജീവനം ഉണ്ടാവുക എന്ന് പറയുന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം, നിലവിലെ യുദ്ധം അവസാനിക്കും, സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാകും. കാര്യം ഇത് നിലനിൽക്കുക എന്നുള്ളത്, അതായത് പ്രശ്നപരിഹാരം ഉണ്ടാവുക എന്നുള്ളത് യുദ്ധം ചെയ്യുന്ന അമേരിക്കക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അവരുടെ സാമ്പത്തിക നഷ്ടങ്ങളും ആയുധ നഷ്ടങ്ങളും ലോകാടിസ്ഥാനത്തിലുള്ള സ്വീകാര്യതയും ഇല്ലാതായതോടെ നിലനിൽപ്പിന് വേണ്ടി പോലും പ്രയാസപ്പെടുന്ന സ്ഥിതിയിലേക്ക് നിലവിൽ അമേരിക്ക മാറിയിരിക്കുന്നു. അങ്ങനെ മാറുന്ന സമയത്ത് പിന്നീട് ലോകക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇറാൻ കാരണത്താൽ ലോകത്തിന് സ്വാതന്ത്ര്യം കിട്ടും എന്ന് പറഞ്ഞാൽ പോലും തെറ്റായി പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം 3 രാജ്യങ്ങൾ ഒരേ സമയത്ത് ട്രംപ് പറഞ്ഞതാണ്. അതിലൊന്ന് വെനിസ്വേലയാണ്, പിന്നീട് ഇറാനാണ്, മൂന്നാമത്തത് ക്യൂബയാണ്. വെനിസ്വേലയിൽ അവരുടെ ദൗത്യം കൃത്യമായ രീതിയിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, അത് ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ ഉണ്ടാവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അമേരിക്കയുടെ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ വെനിസ്വേലയുടെ പ്രസിഡന്റ് ഉള്ളത്. ഒരു സുപ്രഭാതത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അവരുടെ എല്ലാവിധ സാങ്കേതിക സംവിധാനവും തകർത്തെറിയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു. 100ഓളം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് പ്രസിഡന്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആകാശത്തുകൂടി, അതായത് വെനിസ്വേലയുടെ ആകാശത്തോട് വട്ടമിട്ട് പറന്നപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ പോലും ആ രാജ്യത്തിന്, വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടാതെ പോയി എന്നുള്ളതാണ്. അവരുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. റഡാർ ചിത്രങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വരവ് ഒരേ സമയത്ത് ഒരു രാജ്യ തലസ്ഥാന നഗരിയിൽ വരിക എന്ന് പറയുമ്പോൾ ഇതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കുന്നതിൽ വെനിസ്വേല പരാജയപ്പെട്ടു. മാത്രമല്ല, വെനിസ്വേലയുടെ സൈനികരിൽ തന്നെ അമേരിക്കയുടെ ചാരന്മാരുണ്ടായിരുന്നു എന്നുള്ളതും കൃത്യമാണ്. എവിടെയാണ് ഇപ്പോൾ നിലവിൽ വെനിസ്വേലയുടെ പ്രസിഡന്റ് ഉള്ളത്, എന്താണ് സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ഇത് വളരെ കൃത്യതയോട് കൂടിയിട്ട് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു, അതിൽ വെനിസ്വേല പരാജയപ്പെട്ടു. അങ്ങനെ വളരെ പെട്ടെന്ന് രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം പോലും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് യഥാർത്ഥത്തിൽ വെനിസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്കക്ക് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചത്. അത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കാരണം ലോകാടിസ്ഥാനത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ലെ ഒരു രാജ്യത്തിലെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. രണ്ടാമത് അവർ നീങ്ങിയത് ഇറാനിലേക്കാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും സമാനമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റം അനിവാര്യമാണ്, ഇറാനിൽ ഭരണമാറ്റം നിർബന്ധമായിട്ട് വേണം. ഞങ്ങളുടെ സൈനികരും അതിന് സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആയുധങ്ങളും ഇറാനെതിരെ തങ്ങൾ പ്രയോഗിക്കാൻ പോവുകയാണ്. പക്ഷെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി പഠിക്കാനുണ്ട്, കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു നിഗൂഢ ദ്വീപ് പോലെയാണ്.
നമ്മൾക്കൊന്നും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് ചുരുക്കം. അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. എന്നാൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്, ഈ യുദ്ധത്തിന് ആരംഭം കുറിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. യുദ്ധത്തിൽ വലിയ രീതിയിൽ പരാജയം ഉണ്ടായി, ആ പരാജയം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളുടെ നയങ്ങൾ, നിലപാടുകൾ, സമീപനങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്താ അവരുടെ സമീപന കാര്യങ്ങളൊക്കെ. അറബ് രാജ്യങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടില്ല, അത് പരസ്യമായിട്ട് ഇവർ പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ നിലപാട് എന്ന് പറയുന്നത് അമേരിക്കൻ വിരുദ്ധ ചേരി തന്നെയാണ്. അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന സമീപനത്തോടു കൂടി നീങ്ങണം എന്ന അഭിപ്രായം അവർക്ക് പലർക്കും ഉണ്ട്. അതവർ പല ഘട്ടങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം നോക്കുന്ന സമയത്ത് എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അമേരിക്ക ആണെങ്കിലും, ഇറാൻ ആണെങ്കിലും, ഇസ്രായേൽ ആണെങ്കിലും, ഇനി ലബനാൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂപ്രദേശം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമായിട്ട് നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ ആന്തരികമായ രീതിയിൽ ഇപ്പോൾ അമേരിക്കക്കകത്ത് നടക്കുന്നുണ്ട്. എല്ലാത്തിനും കൂടി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അമേരിക്കക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാര്യം ഇന്ന് ലോകാടിസ്ഥാനത്തിൽ പെട്രോളിയത്തിന് വില കൂടിയിട്ടുണ്ട്. സാമ്പത്തിക മേഖല വല്ലാത്ത രീതിയിൽ തകർന്നിരിക്കുന്നു. പല രാജ്യങ്ങളും മറ്റ് ലോക ബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഒരു യുദ്ധം മാത്രമേ നടക്കുന്നുള്ളൂ. അമേരിക്കയുടെ തെറ്റായിരിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തെറ്റായിരിക്കുന്ന നടപടി മൂലം ഉണ്ടായിരിക്കുന്ന ഒരു യുദ്ധം, അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ തെറ്റായിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ, തെറ്റായിരിക്കുന്ന സമീപനങ്ങളാണ് പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് എന്നുള്ളതും കൂടി കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയത് ആരാണോ അവർ തന്നെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പല ഘട്ടങ്ങളിലായി ഇറാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. ഞങ്ങൾ തുടങ്ങിയതല്ല, അതുകൊണ്ട് തന്നെ തുടങ്ങിയവർ മുന്നോട്ട് വരട്ടെ, അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ളതാണ്. നയനിലപാടുകളിൽ നിന്നോ സമീപനത്തിൽ നിന്നോ ഒരു അണുമണി തൂക്കം പിന്നോക്കം പോകാൻ തയ്യാറില്ലെന്ന് ഇറാൻ പറയുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ടത് ആയുധം കൊണ്ടാണ്. അതിന് ആർക്ക് സാധിക്കുന്നില്ല? അമേരിക്കക്ക് സാധിക്കുക. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന കാര്യം. മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടത്തുന്ന, പുരോഗതി ഉണ്ടാക്കുന്ന രാജ്യമാണ്. അതിനെല്ലാം ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു പരിഹാരം വേണ്ടേ? ആ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഒരു രാജ്യത്തും വലിയ ഇടപെടൽ, പല രാജ്യങ്ങളിലും വലിയ ഇടപെടൽ നടത്തി അമേരിക്കയുടെ സർവാധിപത്യം പ്രയോഗിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ പറയുന്ന കാര്യം, ഇറാനിൽ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ പല രാജ്യങ്ങളിലും ഇതേ അവസ്ഥയും ഇതേ സ്ഥിതിയും അനുഭവിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങളെത്തും. ഒരു രാജ്യത്തിൻ്റെ തിരിച്ചടി എന്ന് മാത്രമല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അത്രക്ക് സങ്കീർണമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഏതൊരു വിഷയത്തിലും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയും അമേരിക്കയുടെ നയനിലപാടുകളെ അപ്പാടെ ശരിവെക്കുകയും ചെയ്യുന്ന രാജ്യമായിരുന്നു അറേബ്യൻ രാജ്യങ്ങൾ. ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമാണ് നിലപാടുകൾ. അവരവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്നു, അവരവരുടേതായിരിക്കുന്ന നിലപാടുകൾ പറയുന്നു. അവരുടെ അഭിപ്രായത്തിൻ്റെയും നിലപാടിൻ്റെയും മുൻപിൽ പതറിപ്പോകുന്ന ഒരു അമേരിക്കയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യുദ്ധം ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേലേ പരാജയപ്പെട്ടു, പിന്നീട് അമേരിക്കയാണുള്ളത്, അമേരിക്കയും പരാജയപ്പെട്ടു. ഇനിയൊരു വിജയം ഉണ്ടാക്കണമെങ്കിൽ ഇത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നതയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അതിശയോക്തിയല്ല എന്നതാണ് ഇതിൻ്റെ പരമയാഥാർത്ഥ്യം.